കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇതുകൊണ്ട് അട ഉണ്ടാക്കാനാണെന്ന്. യെസ്, നമുക്കിത് വെച്ചിട്ട് ചക്ക അട ഉണ്ടാക്കാവേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എലമലു ആലപ്പുഴ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടായില്ലേ? ഇന്ന് നമ്മളിവിടെ ചക്ക അട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ശർക്കര ഉരുക്കിയിടാണ്. ഇത് ചൂടാക്കിയിരിക്കുകയായിരുന്നു. അത് നമുക്കൊന്ന് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഓക്കെ, ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് അര നാളികേരമാണ്, അരമുറി നാളികേരമാണ് നമ്മൾ ചിരകിയത്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. ഇത് നമുക്ക് ഒരു 8 ഏലക്ക എടുത്തിട്ടുണ്ട് ഞാൻ. അല്പം ജീരകം പിന്നെ കുറച്ച് ചുക്കും കൂടെ എടുത്തതാണ്. അത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടിച്ചതാണ്. ഈ ഒരു കപ്പിൽ 2 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. വേറെ വെള്ളം നമ്മൾ ചേർക്കാനുണ്ടാവില്ലേ. ഒരു ഇടണ്ട, 2 ഇതാക്കിയിട്ടാൽ നമുക്ക് പൊടി അടുത്ത കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഓക്കെ, നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇലയ്ക്കുള്ളിൽ വെച്ചിട്ട് അട ഉണ്ടാക്കാവേ. അപ്പോൾ നമ്മളുടെ ചക്ക അട ഉണ്ടാക്കാനുള്ള മിക്സിങ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അത് നമുക്കിനി ഇലയ്ക്കുള്ളിൽ ഇതെടുത്ത് വയ്ക്കാം. ഞാൻ വാഴ ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നുണ്ടായേ. നമുക്ക് കുമ്പിൾ കുത്തിയിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. കണ്ടില്ലേ, വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഇതുപോലെ നമ്മളെല്ലാം കൂടെ അത് മിക്സ് ചെയ്തിട്ട് ഈ ഇലയ്ക്കുള്ളിലാക്കി നമുക്കിവിടെ ഇതിൽ വെച്ചിട്ട് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാം ഇതിനകത്തൊക്കെ ആക്കി വെക്കട്ടെ കേട്ടോ. നോക്കിയേ, ഇത് വെച്ചിട്ട് ഒരു അപ്പച്ചെമ്പ വെച്ചിട്ട് വെള്ളം ഉണ്ട് കേട്ടോ. എന്നിട്ടൊരു ഇത് വെച്ച് നമ്മൾ ഓരോന്നോരോന്നിട്ട് വെച്ചിട്ടുണ്ട്.
ഇതും കൂടെ ഇങ്ങനെ കുമ്പിളപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഓരോ ഇതിൽ ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിങ്ങനെ വെക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനെ ആവി ഇതിൽ നിന്ന് വരണ്ടല്ലോ, വന്നെങ്കിൽ അത് വെന്ത് കിട്ടുള്ളൂ. ആവി ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അത് എല്ലായിടവും ആവി വന്നെങ്കിൽ അത് വെന്ത് കിട്ടണുണ്ടാവുള്ളൂ. ഇല വാഴയില തന്നെ വേണമെന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് അവൈലബിൾ അത് വെച്ചിട്ടുണ്ടാക്കും. പോരശിൻ്റെ ഇല വെച്ചിട്ടുണ്ടാക്കും, തെരളിയില, വട്ടയിലൊക്കെ ഇല്ല, അതൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും. നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ചക്കട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആദ്യം ഇത് ഫ്ലെയിം ഓഫ് ആക്കുവാണ്. നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ടായി, നോക്കിയേ കണ്ട. അയാൾക്ക് എല്ലിൻ്റെ കളറൊക്കെ മാറി ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ചക്കയുടെ മണം ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യണുണ്ട് കേട്ടോ, ചുക്കിൻ്റെയും ഏലക്കയുടെ ഒക്കെ ഇട്ട്. ചുക്ക് അതാണ് കണ്ടോ. ആഹാ, എന്ത് നല്ല സ്മെല്ലാണല്ലോ. അരിപ്പൊടിയിലോ ഗോതമ്പ് പൊടിയിലോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. നോക്കിയേ, അപ്പോൾ ചക്കയുടെ സീസണല്ലേ. ഇപ്പോൾ എവിടെന്നെങ്കിലൊക്കെ കിട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക. ഒരു ചക്ക എങ്ങനെ വിളയിക്കണേന്ന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ടാട്ടോ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അത് വിളയിക്കണ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കിട്ടാവുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, വൺസ് അഗൈൻ വി ആർ ലവിങ് ഫോർ വാച്ചിങ് അലമേലു ആലപ്പുഴ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.